സിനിമയിൽ തന്നെ മധുര 17-ൽ ബൗണ്ടറികളില്ലാത്ത ഹിറ്റ്. അവിടെ അങ്ങോട്ട് മോസ്റ്റ് സ്റ്റാൻഡസ്റ്റിക് ചിത്രങ്ങളിലെല്ലാം നായക തുല്യസ്ഥാനം. ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ എന്ന് പരിചയപ്പെടുത്തിയ ഗിരീഷ് ഏടി മലയാളികൾക്ക് നസ്ലിൻ യുവതാരമായി മാറി. കുടുംബ പ്രേക്ഷകരെ വളരെ ചുരുക്കം കാലം കൊണ്ട് തന്നെ നസ്ലിൻ കയ്യിലെടുത്തു. പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു യുവതാരമാണ് നസ്ലിൻ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നത് അയാൾക്കെതിരെയുള്ള പ്രചരണങ്ങളാണ്. താരങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്നത് മലയാള സിനിമയെ വെട്ടിലാക്കുന്നുവെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസ്താവനയ്ക്ക് പുറകെയാണ് നസ്ലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത്. ഇന്നലെ വന്ന യുവതാരം പോലും കോടികളാണ് ചോദിക്കുന്നത് എന്ന സംഘടനയുടെ വാക്കുകൾ നസ്ലിനെതിരെയാണ് ഉന്നം വെച്ചതെന്ന് പ്രസ്താവനകൾ ഉണ്ടായി. ഇതിനിടയിൽ പ്രേമലു 2-ൽ നിന്ന് നസ്ലിൻ പിന്മാറി എന്നുള്ള വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി. പ്രേമലു 2 ഉടൻ ഉണ്ടാവില്ലെന്നും അതിന് ചില സാങ്കേതിക പ്രതിസന്ധികൾ ഉണ്ടെന്നും നിർമ്മാതാക്കളിൽ ഒരാളായ ദിലീഷ് പോത്തൻ തന്നെ അറിയിച്ചതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നസ്ലിൻ വീണ്ടും ഹോട്ട് ടോപ്പിക്കായി. അയാൾക്ക് കഥ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നും കഥ തിരുത്താൻ ആവശ്യപ്പെട്ടെന്നും സോഷ്യൽ മീഡിയകളിൽ വാർത്ത പ്രചരിച്ചിരുന്നു. ഇനി വരാനിരിക്കുന്ന പുതിയ ചിത്രങ്ങളിൽ പോലും നസ്ലിനെ ഒഴിവാക്കി എന്ന വ്യാജ വാർത്ത സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു. ബാലിശ്യമെന്ന് കണക്കാക്കാമെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ മുഖ്യ ചർച്ച പ്രേമലു 2-ലെ നായിക മമിത ബൈജു എന്തുകൊണ്ട് നസ്ലിനെ പിറന്നാൾ ആശംസ അറിയിച്ചില്ല എന്നാണ്. മോസ്റ്റ് പ്രോമോ ടെക്നീഷ്യൻസിനൊപ്പം നസ്ലിൻ സമ്മാനിക്കാനിരിക്കുന്ന സിനിമാ ലോകം അതിസുന്ദരമാണ്. നിങ്ങൾക്ക് നസ്ലിനെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.